വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയുടെ വിഷയത്തിൽ അയഞ്ഞ് സമസ്തയും സർക്കാരിന്റെ നയങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സർക്കാരിന് എന്ത് നയവും കൊണ്ടുവരാം, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരാണ് സമസ്ത എന്നും അധ്യക്ഷൻ വ്യക്തമാക്കി. വലിയ ഒരു സംശയം, സമസ്തയും ഒരു അയയുകയാണോ? വി ഡി സതീശനോട് എല്ലാവർക്കും ഒരു അയഞ്ഞ സമീപനമാണെന്ന് തോന്നുന്നു. മുൻ സർക്കാരുകളും അവരുടേതായ നയം സ്വീകരിച്ചിരുന്നു എന്നും ജിഫ്രി തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. മദ്യത്തിനെ പറ്റി സമസ്തൻ്റെ നിലപാട് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സമസ്തൻ്റെ അല്ല, മുസ്ലിം ഇസ്ലാമിൻ്റെ നിലപാട് മദ്യം ഒരു നിലക്കും, മദ്യം തന്നെ ഒരു മയക്കുമരുന്ന് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല, അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം, അത് വേറൊന്ന്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, സർക്കാരിന് നയം കൊണ്ടുവരാം, ഞങ്ങൾ അതിനെ എതിർക്കുകയൊന്നുമല്ല എന്ന് പറഞ്ഞ് വളരെ മതപരമായി ആ വിഷയത്തിലുള്ള ഒരു സമീപനം എന്താണ് എന്നത് മാത്രമാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയാണ് സമൂഹത്തിൽ പ്രതിഫലിക്കുക എന്ന നിലയിലേക്ക് വിശാലമായ വിഷയത്തെ സമസ്ത കാണുന്നില്ലല്ലോ. ഒരു സമവായത്തിൻ്റെ ഒരു അയഞ്ഞ സമീപനം, ഒരു അനുരഞ്ജനത്തിൻ്റെ സമവായ സമീപനമൊക്കെയാണോ ഈ വിഷയത്തിൽ സമസ്തയും സ്വീകരിക്കുന്നത്? ഒരു ഉദാര സമീപനം വി ഡി സതീശനോട് ഈ സംഘടനകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുവല്ലോ. എസ് വിജയകുമാർ ജോഷി കുര്യൻ കൃത്യമാണ്. അതായത് വി ഡി സതീശനോട്, വി ഡി സതീശൻ സർക്കാരിനോട് ഒരു എതിർത്ത സമീപനം സമസ്തയും സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് സമസ്തയടക്കമുള്ള സംഘടനകൾ പരസ്യമായി എതിർക്കും എന്ന് പ്രതീക്ഷിക്കുന്ന വിഷയം കൂടിയാണ് ഈ മദ്യത്തിൻ്റെ നികുതി കുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സമസ്ത അധ്യക്ഷൻ പറയുന്നതാണ് സമസ്തയുടെ നിലപാട് എന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ സമസ്തയിലെ ഒരു വിഭാഗം, അതായത് ലീഗ് വിരുദ്ധ വിഭാഗം, കൃത്യമായി തന്നെ സർക്കാരിനെതിരെ നിശിത വിമർശനം ഇതിനോടകം നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ ബിഗ് ടി വി തന്നെ നമ്മൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നൽകിയതാണ്. മുസ്തഫ മുണ്ടുപാറയുടെ പ്രതികരണം നൽകിയതാണ്. സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെ തുറന്നടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതേസമയം തന്നെയാണ് ഇന്നലെ വൈകിട്ട് സമസ്തയിലെ പോഷക സംഘടനാ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയും വന്നിരുന്നു. അതിലും കൃത്യമായി സർക്കാർ മദ്യനയത്തിൽ നിന്ന് പിന്മാറണം, യു ഡി എഫ് സർക്കാരിൻ്റെ മദ്യനയം ശരിയല്ല എന്ന് പോഷക സംഘടനാ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിലൂടെ പറയുകയും ചെയ്തു. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ലീഗ് വിരുദ്ധ വിഭാഗം, സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം കൃത്യമായി സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നു. എന്നാൽ സമസ്തയുടെ നിലപാട് പറയേണ്ട സമസ്ത അധ്യക്ഷൻ ഒരു ഉദാര സമീപനം വി ഡി സതീശനോടും അതിൻ്റെ സർക്കാരിനോടും കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം കൃത്യമാണ്. അത് വിശ്വാസപരമായി സമസ്തയും വിശ്വാസികളും മദ്യത്തിനെതിരാണ്, മദ്യനിരോധനം നടപ്പാക്കണം എന്ന് തന്നെയാണ് സമസ്തയുടെ നിലപാട്. പക്ഷേ സമസ്തയുടെ നിലപാടിനനുസരിച്ചല്ല സർക്കാരുകൾ നിലപാട് സ്വീകരിക്കേണ്ടത്, നയം സ്വീകരിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ അല്ലെങ്കിൽ മുൻ സർക്കാരുകളും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. EMS സർക്കാർ മുതൽ ഈ നിലയ്ക്കുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറയുക ചെയ്യുന്നുണ്ട്. അത് പറയുമ്പോൾ LDF സർക്കാർ, UDF സർക്കാർ എന്നൊന്നുമില്ല, എല്ലാ സർക്കാരുകൾക്കും മദ്യത്തിൽ ഒരേ നയമാണ് എന്ന സംരക്ഷണം കൂടി UDFന് നൽകുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് സമസ്ത AP വിഭാഗം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇന്നലെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, മദ്യനിരോധനമാണ് ഏർപ്പെടുത്തേണ്ടത്, മദ്യനിരോധനത്തിലേക്ക് സർക്കാർ കടക്കണം, ഈ മദ്യനയം ശരിയില്ല, അതിൽ നിന്ന് പിന്മാറണം. ഇപ്പോൾ നടത്തുന്ന മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തെ കൂടി ഇല്ലാതാക്കുന്ന സമീപനമാണ് മദ്യത്തിൻ്റെ നികുതി കുറക്കുന്നതിലൂടെ സർക്കാർ ചെയ്യുന്നതെന്ന് കൃത്യമായ വിമർശനം AP വിഭാഗം ഉന്നയിച്ച് അതുമായി ചേർത്ത് നമ്മൾ ചോദ്യം ചോദിച്ചതാണ്. AP ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സർക്കാരിന് അവരുടേതായ നയം സ്വീകരിക്കാം, സമസ്തയുടെ നിലപാട് സമസ്ത പറയും, സമസ്തയുടെ നിലപാട് നോക്കി സർക്കാർ നയം സ്വീകരിക്കാൻ കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനോട്, വി ഡി സതീശനോട് ഒരു മൃദു സമീപനം സമസ്ത സ്വീകരിക്കുന്നു, അതിൻ്റെ അധ്യക്ഷൻ സ്വീകരിക്കുന്നു. ഇതോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ മദ്യ നയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ലീഗ് നേതാക്കളുടെ പ്രതികരണം, പ്രത്യേകിച്ച് ഇന്നലെ KM ഷാജിയുടെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് UDF തീരുമാനിക്കും. മുഖ്യമന്ത്രി പറഞ്ഞത്, വി ഡി സതീശൻ പറഞ്ഞതാണ് ലീഗിൻ്റെയും നിലപാട്, അതിൽ എതിർപ്പുണ്ടെങ്കിൽ ലീഗ് അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി സഭയിൽ തന്നെ പറയുമായിരുന്നു. അതേ നിലപാടിനോട് ചേർന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ സമസ്ത അധ്യക്ഷൻ കൂടി നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഓക്കെ, ഷബീർ ഉമറാണ് വിവരങ്ങൾ. ഈ ഒരു സിനിമാ ഡയലോഗിലെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അത് അല്ല ജോഷി, ഇതിൽ സമസ്തക്കകത്ത് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, അത് പുറത്തു വരികയും ചെയ്തതാണ്. സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവിൽ ഈ നിലപാടിലൊരു അയവ് കണ്ടു തുടങ്ങിയിരിക്കുന്നു വിജയ. അതിന്റെ ഒരു വി ഡി സതീശനോട് ഒരു ഉദാര സമീപനം ഈ പറയുന്ന സാമൂഹ്യ സംഘടനകൾക്കൊക്കെ ഉണ്ട്
എന്ന് വേണം കരുതാൻ. കാരണം ഇവരെല്ലാം കൂടി സഹായിച്ചത് കൊണ്ടാണ് UDF 102 സീറ്റുകളുടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവർക്ക് ഇപ്പോൾ തുറന്ന് സമ്മതിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി പോകെ പോകെ നമുക്ക് നോക്കാം എന്നതായിരിക്കാം ഈ സാമൂഹ്യ സംഘടനകളൊക്കെ കരുതുന്നത്. അതുകൊണ്ടാണ് സഭയും സമസ്തയും ഒക്കെ ഈ വിഷയത്തിൽ അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നതെന്ന് വേണം നമുക്ക് പൊതുവെ വിലയിരുത്താൻ.